രാഷ്ട്രീയ ഭൂമികയിൽ വലിയ പോരാട്ടം നടക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് ആണെന്ന് പറയുകയും കോൺഗ്രസ് ആണെന്ന് അറിയുകയും കോൺഗ്രസ് ആണെന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുക. ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കണം. ദിവാകരൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ വിനീതൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് മമ്പറത്ത് തന്നെ ഇത് പറയാൻ കാര്യമെന്നില്ലേ? മഹാരാജാവിന്റെ സ്വന്തം സ്ഥലമല്ലേ അപ്പുറത്ത് അല്ലേ? പഞ്ചായത്തല്ലേ? ഞാനൊരു കാര്യം ആവർത്തിച്ച് പറയാം. നിങ്ങൾ 10 കൊല്ലം കൊണ്ട് നടത്തിയ സകലമായ അഴിമതികളും ജനം ഒരുപക്ഷെ പുറത്തേക്കും. പക്ഷേ നിങ്ങൾക്കൊരു പക്ഷേ വിശ്വാസം ഉണ്ടായെന്ന് വരില്ല. അയ്യപ്പ സ്വാമിയില്ലേ, ഞങ്ങളിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും 40 ദിവസക്കാലം വ്രതമെടുത്ത് കറുത്ത ഉടുപ്പും കറുത്ത മുണ്ടും ധരിച്ച് ചെരിപ്പിടാതെ മാലയിട്ട് ദീക്ഷ വടിക്കാതെ താടിയെടുക്കാതെ തന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരു കൊല്ലത്തിലെ ഒരു സമ്പാദ്യത്തിന്റെ കരുതൽ ശേഖരം മാറ്റിവെച്ചിട്ട് അതുമെടുത്ത് തന്റെ പൊന്നുമക്കൾ കുഞ്ഞു മാളികപ്പുറത്തിന് ഇടത് കൈയിലും വലത് കൈയിൽ മാതാപിതാക്കളെയും പിടിച്ചുകൊണ്ട് കരിമല കയറി പോകുന്ന ഭക്തരുണ്ട് സഹോദരങ്ങളെ. നിങ്ങളൊന്നും പോയിട്ടില്ല? ആ ഇരുമുടി കെട്ടുവേണ്ടി കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട്. ബഹുമാന്യ പിണറായി വിജയൻ ഒരു പക്ഷേ വിശ്വാസം ഉണ്ടായതുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ആ വിശ്വാസത്തെയാണ് നിങ്ങൾ വിറ്റുന്നത്. നിങ്ങൾ കൊള്ളയടിച്ചത് ദൈവവിശ്വാസത്തെയാണ് കൊള്ളയടിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ജഡ്ജിയുടെ മുമ്പിൽ CPM-ന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ് നിന്നപ്പോൾ ജസ്റ്റിസ് ചോദിച്ചു, കട്ടോ? നിങ്ങൾ കൂടെയാണ് സംസാരിക്കുന്നത്. കട്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ചെറുതായിട്ട് കട്ടു. എന്ത് കട്ടു? അയ്യപ്പന്റെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചു 2 സാധനങ്ങളിൽ അത് കട്ടു. എന്താ? ദ്വാരപാലകൻ. എത്ര കിലോ? 7.5 കിലോ. 7.5 കിലോ. വീണ്ടും ഹൈക്കോടതി ചോദിച്ചു, ദ്വാരപാലകന്മാരെ മാത്രമേ കട്ടുള്ളൂ? അല്ല, കട്ടളയിൽ കട്ടു. ആരാ കട്ടള കട്ടത്? കോടതിയുടെ ചോദ്യം. ഞങ്ങളുടെ വാസു. ഞങ്ങളുടെ വാസു. ബഹുമാന്യ മുഖ്യമന്ത്രി, നിങ്ങൾക്ക് വാസുവിനെ അറിയോ? ആരാ വാസു? ബഹുമാന്യ കേരളത്തിലെ മുഖ്യമന്ത്രി പറയാണ്, വാസുവിന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇല്ല. എന്തൊരു തെറ്റിദ്ധാരണയാണ്! 2 വട്ടമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നവൻ വാസു. വിജിലൻസ് ട്രിബ്യൂണലിൽ CPM നിയോഗിച്ചവരാണ് വാസു. അച്യുതാനന്ദൻ ഗ്രൂപ്പുകാരനായ PK ഗുരുദാസൻ കേരളത്തിലെ മന്ത്രിയായപ്പോ ഗുരുദാസനെ കൈകാര്യം ചെയ്യാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ വെച്ചുകൊടുത്ത പ്രൈവറ്റ് സെക്രട്ടറിയാണ് വാസു. വാസുവാണ് കട്ടത്. വാസുവാണ്. വാസു ചെയ്യില്ല എന്ന് ഗോവിന്ദ മാഷോട് ചോദിച്ചു. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം. ശരിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് അവധാനത കാണിക്കാതെ കാത്തു സംരക്ഷിക്കേണ്ട സഹോദരിമാർക്കെതിരായിട്ട് ആരോപണം വന്നാൽ ഞങ്ങൾ സംരക്ഷിക്കുകയല്ല, ഞങ്ങൾ ചവിട്ടി പുറത്തിരിക്കും. അത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന വാക്കാണ്. നിങ്ങളുടെ 3 സഹോദരിമാർക്ക് ഞങ്ങൾ തരുന്ന വാക്കാണ്. ഞങ്ങളെ വിശ്വസിച്ചിറങ്ങിത്തിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സഹോദരിമാരെ നിങ്ങളെ ആരെങ്കിലും മോശപ്പെടുത്താൻ ശ്രമിച്ചാൽ കോൺഗ്രസ് പറയുന്നു, UDF പറയുന്നു, സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. അല്ലാതെ ഞങ്ങൾ ചില നേതാക്കന്മാരെ കോയമ്പത്തൂരിൽ അയച്ചതുപോലെ, ചില മുൻ MLA-മാരെ കുടുംബകലയ്ക്കവന്മാരെ കോയമ്പത്തൂരിൽ ഞരമ്പ് ചികിത്സയ്ക്ക് അയച്ചതുപോലെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ സംരക്ഷിച്ചിട്ടില്ല.
ഞാൻ എന്റെ നാട്ടിൽ കൊല്ലത്ത് 376 വകുപ്പിട്ട് കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യമെടുത്ത മുകേഷ് അരിവാഴ്ചയുടെ നക്ഷത്ര മലയാളത്തിൽ MLA ആണ്. ശ്രീ ഗോവിന്ദൻ രാജിവെപ്പിക്കണ്ട. പൂച്ചക്കുട്ടിയുടെ ശബ്ദത്തിൽ സംസാരിച്ച മന്ത്രി രാജിവെക്കണ്ട. സോളാർ കേസിലെ നായിക എന്റെ രണ്ടാമത്തെ കുട്ടിയുടെ പിതാവാണെന്ന് പറഞ്ഞയാളും രാജിവെക്കണ്ട. പക്ഷെ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം. ഞങ്ങൾ പുറത്തിറങ്ങി. എന്റെ ചോദ്യം, സഖാക്കളെ പത്മകുമാർ രാജിവെച്ചോ? സഖാക്കളെ വാസു രാജിവെച്ചോ? സഖാക്കളെ മുരാരി രാജിവെച്ചോ? സഖാക്കളെ നിങ്ങളുടെ സഖാക്കന്മാർ രാജിവെച്ചോ? രാജിവെച്ചിട്ടില്ല. നിങ്ങൾ കട്ട എന്താണെന്നറിയോ? കട്ടള മാത്രമല്ല, ഹൈക്കോടതി ചോദിച്ചു വാതിലോ 12.5 കിലോ അതും കട്ടു. പക്ഷെ വാസു പറഞ്ഞു അത് കട്ടത് ഞാനല്ല, അത് പപ്പനാണ് കട്ടത്. നിങ്ങളും പറഞ്ഞു നേതാക്കന്മാരെ ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല. ആരാ കട്ടത്? പപ്പൻ. അതാരാ പപ്പൻ? പത്മകുമാർ. അതാരാ? അരിവാഴ്ചയുടെ നക്ഷത്ര മലയാളത്തിൽ MLA ആയവൻ പപ്പൻ. പപ്പൻ ചെയ്ത ബുദ്ധി എന്താണെന്നറിയോ? ചെന്ന് കയറിയപ്പോ അയ്യപ്പന്റെ മുമ്പിൽ ഇരിക്കുന്നു ദണ്ട്, 1.5 കിലോ യോഗദണ്ട്. അതിന്റെ തൊട്ടടുത്തായി 250 ഗ്രാം വരുന്ന രുദ്രാക്ഷമാല സ്വർണം, രണ്ടും കട്ടു. യോഗദണ്ഡെടുത്ത് മോന് കൊടുത്തവൻ പത്മകുമാർ. ജയില CPM പത്മകുമാറിനെയും വാസുവിനെയും പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടമെക്കുന്നതിന് പകരം നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ വിശ്വാസധാരയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു തരാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ നിങ്ങളെ തവിട് പൊടിയാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ബാക്കിയില്ല. എന്തുകൊണ്ടാണത്? അത് നൈറ്റിൽ ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠയാണ്. ഒരു ചാനൽ ചർച്ചയിൽ ഒരു സഖാവ് എന്നോട് ചോദിച്ചു, ഞങ്ങളോട് ചോദിച്ചു, ആ മാളികപ്പുറത്തിന്റെ കെട്ട് നടന്നോ? അവതാരകൻ ചോദിച്ചു, എന്താ മര്യാദകളായി പറയുന്നത്? അല്ല, കുഞ്ഞയ്യപ്പന്മാർ കന്യയ്യപ്പന്മാർ മനഞ്ഞ പറ്റിയില്ലെങ്കിൽ മാളികപ്പുറത്തിന്റെ കല്യാണം നടക്കുമെന്നല്ലേ പറഞ്ഞത്? കോവിഡ് കാലത്ത് വന്നില്ലല്ലോ. വന്നോ? കെട്ടിയോ? അധിക്ഷേപിച്ചതാണ്. നിലമ്പൂരിലെ തോട്ടുകൊലഞ്ഞ് വീട്ടിലിരിപ്പുണ്ട്. മനസ്സിലായില്ലേ? 18 പടിക്ക് ഒരു മഹത്തായ തത്വമുണ്ട്. ഇവിടെ മമ്പ്രം ചേട്ടന് 18 പടിയുടെ തത്വം എന്താണെന്ന് എനിക്ക് പറയുമെന്നറിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ശനി ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകണം. ശാസ്താവിന്റെ അമ്പലത്തിൽ കണ്ടകത്തെ ശനിയും ഏഴരാട്ട ശനിയും പിടിച്ചാൽ ശനി തടയാൻ മാർഗം ശാസ്താവാണ്. ശാസ്താവിൽ അയ്യപ്പൻ വിലയം ചെയ്ത സ്ഥലമാണ് മണിത്തറ ശബരിമല. ആ ശബരിമല 18 പടിക്ക് 18 തത്വമുണ്ട്. എന്താണ് 18 തത്വം? ആദ്യത്തെ 5 പടികളിൽ ഇരുമുടി കെട്ട് വേണ്ടി ഒരാൾ പോകുന്നു. എന്താണ് 1-ാമത്തെ പടിയിൽ? അവൽ, മലര്, കൽക്കണ്ടം, മുന്തിരി, അങ്ങനെയുള്ള ഐറ്റംസ്. 2-ാമത്തെ പടിയിൽ നെയ് തേങ്ങ. എന്താണ് തേങ്ങയുടെ പ്രത്യേകത? പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന BRM ഷഫീർ, എന്റെ ശരീരം നിങ്ങൾക്ക് കാണാം, അതാണ് ചിരട്ടയുടെ ചിരട്ട. എന്നാൽ എന്റെ ആത്മാവിനെ കാണാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ചിരട്ടയ്ക്കകത്തുള്ള പരിപ്പ്. ആത്മാവിന്റെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. അതിൽ നെയ് നിറയ്ക്കുന്നു. നെയ് അമൃതത്തിന് തുല്യമാണ്. നെയ് തേങ്ങയുമായി ഒരു വിശ്വാസി 18 പടിയുടെ മുമ്പിലേക്ക് വന്നാൽ 1-ാമത്തെ പടി മുതൽ 5-ാമത്തെ പടി വരെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പാപം. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പാപം എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ പ്രസംഗിച്ചിട്ട് പോയി ചേട്ടന്റെ പേര് മനോജ് അണിയാരത്ത്. ആ അണിയാരത്ത് ഇതുവരെ ചെയ്ത
കണ്ണുകൊണ്ടുള്ള പാപം ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടിയിൽ ചെവി കൊണ്ട് കേട്ട പാപം. മൂന്നാമത്തെ പടിയിൽ നാവ് കൊണ്ട് പറഞ്ഞ പാപം. നാലാമത്തെ പടിയിൽ മൂക്കുകൊണ്ട് ശ്വസിച്ച പാപം. അഞ്ചാമത്തെ പടിയിൽ തൊക്കുകൊണ്ട് സ്പർശിച്ച പാപം. 5 പാപങ്ങൾ 5 പടിയിൽ. ആറാമത്തെ പടി മുതൽ അഷ്ടരാഗങ്ങളാണ്. അഷ്ടരാഗം എന്ന് പറഞ്ഞാൽ 8 സ്വഭാവങ്ങളാണ് മനുഷ്യന്റെ സ്വഭാവങ്ങൾ. എന്തൊക്കെയാണ്? കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ദമ്പ്, അഹന്ത, അസൂയ. ഇങ്ങനെ 8 എണ്ണം. എന്താണ്? നിങ്ങൾ കയറ്, ഇരുമുടി കെട്ടുമായിട്ട് 5 പടി കയറ്. പഞ്ചേന്ദ്രിയം കൊണ്ടുള്ള പാപം നീന്നില്ലേ? ആറാമത്തെ പടിയിൽ കാമം, കാമം കൊണ്ടുണ്ടായ പാപം. ഏഴാമത്തെ പടിയിൽ മോഹം. എട്ടാമത്തെ പടിയിൽ ലോഭം, മതം, മാത്സര്യം, ദമ്പ്, അസൂയ, അഹന്ത. ഇങ്ങനെയുള്ള 8 പടികൾ. ആ 8 പടികൾ കടന്നാൽ, അഷ്ടരാഗങ്ങൾ കഴിഞ്ഞാൽ 8ഉം 5ഉം 13 പടിയിൽ ഇരുമുടി കെട്ടുമായി ഈ അണിയാരത്തിൽ നിൽക്കുകയാണ്. എന്റെ സങ്കല്പത്തിൽ അണിയാരത്തിൽ പോയാണ്. പിന്നെ വരുന്നത് 3 ഗുണങ്ങളാണ്. എന്താണ്? ത്രിഗുണങ്ങളാണ്. സത്യഗുണം, തമോ ഗുണം. സത്യഗുണം, തമോ ഗുണം, രജോ ഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ബി.ആർ. ഷക്കീറിനെ പോലെ, കെ. സുധാകരനെ പോലെ പ്രസംഗിക്കുമെന്ന് തുള്ളിക്കോണ്ടിരിക്കും. അതാണ് രജോ ഗുണം. തമോ ഗുണം, സത്യഗുണം. 3 ഗുണങ്ങൾ. ആ 3 ഗുണങ്ങൾ 3 പടിയിൽ ആർജിച്ചു. ഇപ്പൊ എത്ര പടിയായി? അയ്യായിരത്തി എത്ര പടി കയറി? 8, 5, 13, 3, 16. 17ാമത്തെ പടിയിൽ അദ്ദേഹം നേടിയ LLBയും MAയും PhDയും വിദ്യാഭ്യാസവും ശാസ്ത്രവും ഇതുവരെ നേടിയ സകലമാന വിദ്യകളും ആ പടിയിൽ. 18ാമത്തെ പടിയിൽ ഇതുവരെ പഠിക്കാത്തതെന്തെല്ലാം ഈ പ്രകൃതിയിലുണ്ടോ, പഠിക്കാത്ത ആർജിക്കാത്ത മുഴുവൻ അജ്ഞാനങ്ങളും അവിടെ വീണു. 18 പടിയായ ഇല്ലെങ്കില്ലെന്നുള്ള ആയി. 18 പടി കയറി ഇരുമുടി കെട്ടുമായി ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, തത്വമസി, തത്വമസി. നീ ആരെ തിരഞ്ഞു വന്നോ അത് നീ തന്നെയാണ്. കയറി വന്ന നീയും ഇരിക്കുന്ന ഞാനും, കയറി വന്ന നീയും ഇരിക്കുന്ന ഞാനും ഒന്നാണ്, ഒന്ന് തന്നെയാണ്. അതാണ് തത്വം. ഇവിടെ ആ വിശ്വാസധാരയാണ് ഇവർ കട്ടെടുത്തത്. ബഹുമാന്യ പിണറായി വിജയൻ, നിങ്ങളുടെ സഖാക്കന്മാർ കട്ടെടുത്തത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ധർമ്മങ്ങളെയാണ്, ഹൈന്ദവ വിശ്വാസത്തിന്റെ സത്യങ്ങളെയാണ് നിങ്ങൾ കട്ടെടുത്തത്. അവരുടെ സ്വത്താണ് കട്ടത്. ആ സ്വത്ത് കട്ടിട്ട് അവസാനം ശബരിമല ശാസ്താവിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേ തളിപ്പറമ്പിലെ ജോൾസൻ, പയ്യന്നൂരിലെ ജോൾസന്റെ അടുത്ത് ഒരാളുടെ അപ്പൊ പറഞ്ഞു, ആരെന്ന് ഞാൻ ആര് വിട്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരാളെടുത്ത് ജോൾസനെ വിട്ടു. അയ്യപ്പ അപ്പോ പറഞ്ഞു, ശാസ്താവിന്റെ ശാപം, അന്നദാനം കൊടുക്കണം, അന്നദാനം കൊടുക്കണം. ഇവിടെ ഇപ്പോ മമ്പറം വിളിച്ചിട്ട് പറയണേ, എന്റെ പാപം തീർക്കാൻ 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ മമ്പറത്ത് ആരെങ്കിലും വരെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതിനെ കണ്ട ബുദ്ധിയാണ് സംഗമം. എന്താണ് സംഗമം? ഇവിടെ ജോൾസൻ എഴുതി കൊടുത്തു, കറുത്ത ഉടുപ്പ് ധരിക്കണം, കറുത്ത മുണ്ടെടുക്കണം. അവൻ പറഞ്ഞു എനിക്കത് പറ്റൂല. അപ്പൊ ഉടനെ ഇവിടെ നിന്ന് കുറിച്ചു കൊടുത്തു, കറുത്ത കാറിൽ യാത്ര ചെയ്തോളൂ. ഉടനെ തന്നെ പറഞ്ഞു, വിളിച്ചു ചൊല്ലി അപേക്ഷിക്കണം. ഞാൻ ഇന്ന് വരെ വിളിച്ചു ചൊല്ലിയിട്ടില്ല. അത് കുഴപ്പമില്ല, എഴുതി തരും, അതുപോലെ വായിച്ചാൽ മതി. അപ്പോ എഴുതി കൊടുത്തു, കല്ലും മുള്ളും കല്ലും മുള്ളും കാലിക്ക് മെത്ത എന്ന് പറഞ്ഞ കല്ലിലും മുള്ളും കാല് ചവിട്ടിയാണ് കയറണേന്ന് എഴുതി കൊടുത്തവൻ വെണ്ടയ്ക്ക് എഴുതി കൊടുത്തു. ഞാൻ ഇന്ന് വരെ അത് വായിക്കാത്ത കൊണ്ടും വിളിക്കാത്ത കൊണ്ടും എനിക്കിത് മനസ്സിലായില്ല. ഞാൻ വായിച്ചു. എന്താ കല്ലും മുള്ളും കാലിക്കുത്തും. വായിച്ചതാരെന്നും ചൊല്ലിക്കൊടുത്തതാരെന്നും നിങ്ങളുടെ
ഐഡിയക്ക് ഞാൻ പെടുകയാണ്. ഇതാണ് സംഭവിച്ചത്. ഈ നാടവർ മുടിച്ചു. പണ്ട് ബഹുമാന പിണറായി വിജയൻ സഖാവിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, മമ്പുറം കോൺഗ്രസിന്റെ ഈറ്റില്ലമായിരുന്ന സ്ഥലമാണ്, അതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ സ്ഥലമായി നിങ്ങൾ കൊട്ടിവെച്ചിരുന്ന സ്ഥലമാണ്. നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്താണ്? നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. ഇന്നലെ ലേബർ കോഡിൽ ഒപ്പിട്ടു. ആര് പറഞ്ഞിട്ട്? അമിത്ഷാജി പറഞ്ഞിട്ട്. ആരുടെ നേതൃത്വത്തിൽ? പിണറായി സഖാവിന്റെ മന്ത്രിസഭ. എന്താ കുഴപ്പം? CI2കാർക്ക് ജോലി ഉണ്ടാവൂല. ഇനി തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ലേബർ കോടതി ഉണ്ടാവൂല, ലേബർ ട്രിബ്യൂണൽ ഉണ്ടാവൂല. ആരാണ് ഒപ്പിട്ടത്? തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ പുത്രൻ. ആർക്കെതിരായിട്ടാണ് ഒപ്പിട്ടത്? തൊഴിലാളികൾക്കെതിരായിട്ടാണ് ഒപ്പിട്ടത്. ആര് പറഞ്ഞിട്ടാണ് ഒപ്പിട്ടത്? BJP പറഞ്ഞിട്ടാണ് ഒപ്പിട്ടത്. ഞങ്ങൾ RSSനെ എതിർക്കുകയാണ്. ഞങ്ങൾ പള്ളികൾക്ക് കാവൽ നിന്നവരാണ്. പള്ളികൾക്ക് കാവൽ നിന്നല്ലേ ഞങ്ങൾ ചിലർ മരിച്ചത്? അപ്പൊ നിങ്ങളെടുത്ത് പറഞ്ഞു RSSനെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം. വാരിക്കുന്തത്തിന്റെ മുമ്പിലൂടെയും ഉയർത്തിപ്പിടിച്ച വാളുകൾക്ക് മുമ്പിലൂടെയും ഉയർത്തിപ്പിടിച്ച വാളുകൾക്കൂടെയും ഊരിപ്പിടിച്ച കടാരങ്ങൾക്കിടയിലൂടെയും ഇന്ദ്രനെയും ചന്ദ്രനെയും വകവെക്കാതെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. ചിലരുടെ പ്രസംഗമാണ്. എന്നാൽ നിങ്ങൾക്കറിയോ മുദ്രാവാക്യം എന്തെന്നറിയോ? ആ മുദ്രാവാക്യം എങ്ങനെയാണ്? എന്താണ് മുദ്രാവാക്യം? സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കും എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ലേബർ കോഡിൽ ഒപ്പിട്ടു. മാത്രമല്ല വേറൊരു പാട്ട് കൂടി പാടി. എന്തെന്നറിയോ? മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുട്ടുമടക്കാൻ മനസ്സില്ല, മുതലാളിത്തമേ നിൻ മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ ഒരു മുതലാളിയുടെ മുമ്പിൽ മടങ്ങില്ല. ആരാ പൈസ വാങ്ങിയത്? ഒരാളുടെ മോള്. ആര് പിടിച്ചു? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ആരുടെ മൊഴിയെടുത്തു? മകളുടെ മൊഴിയെടുത്തു. എവിടെ വെച്ച് മൊഴിയെടുത്തു? ചെന്നൈയിൽ വെച്ച് മൊഴിയെടുത്തു. മോളെ കമ്പനി ആരുടെ പേരിലാണ്? അച്ഛന്റെ പേരിലല്ല. മോളെ കമ്പനി ആരുടെ പേരിലാണ്? അമ്മയുടെ പേരിലല്ല. മോളുടെ കമ്പനി ആരുടെ പേരിലാണ്? രാജ്യത്തെ തൊഴിലാളി വർഗം കെട്ടിപ്പടുത്ത പാർട്ടിയുടെ AKG സെന്ററിന്റെ പേരിലാണ്. ഞാൻ മമ്പുറത്ത് താമസിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷെ പറഞ്ഞിട്ടേ പോകൂ. അങ്ങനെയുള്ള സ്ഥലത്താണ് നിങ്ങളിൽ ആരെങ്കിലും ഒരു സഖാവ് ആ സഖാവിനോട് ചോദിക്കണ്ടേ, മുതലാളിത്തമേ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച നമ്മുടെ പാർട്ടി AKG സെന്ററിന്റെ പേരിൽ കമ്പനി തുടങ്ങിയിട്ട് കരിമണൽ കർത്തിയുടെ കയ്യിൽ നിന്നും 2,67,00,000 രൂപ വാങ്ങിയതായി SFIO കേസെടുത്ത് മൊഴി കൊടുക്കേണ്ടി വന്ന ഗതികേട് ഈ കേരളത്തിൽ എങ്ങനെ ഉണ്ടായി? ചോദിക്കാൻ തന്നെ നമ്മുടെ ഒരാളുണ്ടോ? ഒരാൾ പോലും ബാക്കിയില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് രക്ഷയുണ്ടോ? നിങ്ങൾക്കറിയോ? പറഞ്ഞു കൊന്ന നവീൻ ബാബു കമ്മ്യൂണിസ്റ്റ്. മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ്, ഭാര്യ കമ്മ്യൂണിസ്റ്റ്, അമ്മ കമ്മ്യൂണിസ്റ്റ്. അമ്മയോ അരിവാഴ്ചത്തിന്റെ നക്ഷത്ര മലയാളത്തിൽ 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ പറഞ്ഞു കൊന്ന നവീൻ ബാബു എന്ന RDA പറഞ്ഞു കൊന്നു എന്ന ആരോപണം നേരിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തിറങ്ങി. മരിച്ചപ്പോ നവീൻ ബാബുവിന്റെ വീട്ടിൽ ഗോവിന്ദൻ മാഷ് സഖാവ് നേരിട്ട് പോയിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഇരയോടൊപ്പം പാർട്ടിക്കാരെ കണ്ടോ? നമ്മുടെ പാർട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് പുറത്തിറങ്ങിയിട്ട് ഇരയോടൊപ്പം. പിറ്റേന്ന് ജാമ്യം കിട്ടിയിട്ട് ജയിലിൽ സ്വീകരിക്കാൻ പോയത് ആരെന്നറിയോ? ധർമ്മപത്നി. ഗോവിന്ദ മാഷോട് ആള് വെച്ചു, നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾ ഇരയോടൊപ്പം ആ കുട്ടിയുടെ മരണ വീട്ടിൽ പോയി നിങ്ങൾ എടുത്തിരുന്നില്ലേ? നിങ്ങളുടെ ഭാര്യയല്ലേ പോയി സ്വീകരണം കൊടുത്തത്? അപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു, എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ മുദ്രാവാക്യം അറിയില്ലേ?
എന്താ മുദ്രാവാക്യം? സന്തോഷം. എന്താ മുദ്രാവാക്യം? വൈരുദ്ധ്യാത്മക ഭൗതികവാദം. നിങ്ങൾക്ക് ഇന്നുവരെ മനസ്സിലായിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടില്ലല്ലോ, മുസ്ലിം ലീഗുകാർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ കൊന്നവന്റെ കൂടെ ഞങ്ങൾ പോയി, കൊന്ന ആളിന്റെ ഭാര്യയുടെ മുമ്പിൽ പോയി ഭർത്താവ് കരയും. പിറ്റന്ന് കൊന്നയാൾക്ക് ജാമ്യം കിട്ടിയാൽ അദ്ദേഹത്തിന്റെ ധർമ്മഭാര്യ പോയി സ്വീകരണം കൊടുക്കും. ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. നാണമുണ്ട് നിങ്ങൾക്ക്. ഞാൻ എന്റെ പുസ്തകം അവസാനിപ്പിക്കുന്നു. തൊഴിലാളികളെ, സാധാരണക്കാരെ, RSSുമായി ചേർന്ന് PM ശ്രീ ഒപ്പിട്ട് കേട്ടോ. കേവലം 1400 കോടി രൂപയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് മഹാത്മാഗാന്ധിയെ പഠിക്കണ്ട, നെഹ്റുവിനെ പഠിക്കണ്ട, മുഗളന്മാരെ പഠിക്കണ്ട, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പഠിക്കണ്ട, മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണം പഠിക്കണ്ട, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ, പോരാട്ടങ്ങളിൽ ഈ രാജ്യത്തിലെ കോൺഗ്രസ്സുകാർ വഹിച്ച പങ്കിനെ കുറിച്ച് പഠിക്കുന്നില്ല. പഠിക്കുന്നത് ഇനി മുതൽ ഗോഡ്സെയെ കുറിച്ച് പഠിക്കണം. പഠിക്കേണ്ടത് വിചാരധാര, പഠിക്കേണ്ടത് ദ ബഞ്ച് ഓഫ് തോട്ട്സ്. ഗോൾവാൾക്കറിന്റെ 1000 പുസ്തകങ്ങൾ ഒപ്പിട്ട് PM ശ്രീ 1400 കോടിക്ക് വേണ്ടി നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ നിങ്ങൾ അടിമ കൂട്ടങ്ങളാണ് സഖാക്കളെ. ആർക്കെങ്കിലും പ്രതികരിക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ നാട്ടിൽ 1 രൂപയ്ക്ക് അരി ഉണ്ടായിരുന്നു. ഇപ്പോ 1 രൂപയുടെ അരി ഉണ്ടാ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഇല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണക്കാരും പാവപ്പെട്ടവരും, നിങ്ങൾക്കറിയാം, 1 കിലോ അരി 19 രൂപയ്ക്ക് വാങ്ങിയിരുന്ന അരി 19 രൂപ 50 പൈസയായപ്പോൾ DYFI വിളിച്ച മുദ്രാവാക്യമുണ്ട്. അരിയവിടെ 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 ഉമ്മൻചാണ്ടി വിളിച്ച മുദ്രാവാക്യം. അരിയവിടെ 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 ഉമ്മൻചാണ്ടി. എന്താ ഇപ്പൊ കട്ടൻ ചായയിട്ട് സമരയിലില്ല? ഇപ്പൊ അടുപ്പ് കൂട്ടി സമരയിലില്ല? കപ്പ പുഴുങ്ങണ്ടേ നമുക്ക്? കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ പൊളിച്ചേരെ ഇല്ലേ? 1 കിലോ വെളിച്ചെണ്ണ 560 ഇപ്പൊ 490. ഇവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരും എങ്ങനെ ജീവിക്കും? പ്രിയപ്പെട്ട പിണറായി വിജയൻ സഖാവേ, ഈ നാട്ടിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 460 നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കിതിന് കഴിയില്ല സഖാവേ. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും ആശുപത്രിയിൽ കിടന്ന് നരകിച്ചു മരിക്കുകയാണ്. സിസ്റ്റം തകർന്നു സഖാവേ. നാട് മുടിഞ്ഞു. ഇലക്ഷന്റെ തലയ്ക്ക് തലേ ദിവസം ആ പാവം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന പാവങ്ങളില്ലേ, ആശാവർക്കർമാർ അരിവാളിനെ കുത്തും. ചേച്ചിമാർ ഇന്നലെ വരെ അതിനെ കുത്തും. നിങ്ങൾക്ക് എന്തോ തരൂല, അവർക്കേ കുത്തുള്ളൂ.